ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 80 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ചിട്ടാണ്. അതായത് ആക്സിഡന്റ് ആസ് ആൻ എക്സെപ്ഷൻ. സോ നമുക്ക് വൈകിക്കാൻ്റെ ടോപ്പിക്കിലോട്ട് പോകാം. സെക്ഷൻ 80 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, യാതൊരു വിധത്തിലുള്ള ദുരുദ്ദേശമില്ലാണ്ട് അതല്ലെങ്കിൽ നിയമപരമായിട്ട് എല്ലാവിധ മുൻകരുതലുകളും എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ വ്യക്തി ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തു. ബട്ട് നിർഭാഗ്യവശാൽ അതല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് നമുക്ക് എന്ത് പറയാം, ആ ഒരു പെർട്ടിക്കുലർ ആക്ട് IPCയുടെ അണ്ടറിൽ വരുന്ന ഒരു ക്രൈമായിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ ഒരു സന്ദർഭത്തിൽ ആ വ്യക്തി ചെയ്തിട്ടുള്ള ആ ആക്ടിനെ നമുക്കൊരു ഒഫൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. ആക്സിഡൻ്റലി അതല്ലെങ്കിൽ മിസ്ഫോർച്ചുനേറ്റ്ലി ആണ് ആ ഒരു പെർട്ടിക്കുലർ ആക്ട് ഒരു ക്രൈമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. സോ ഒരു വ്യക്തി ഒരു ദുരുദ്ദേശവും ഇല്ലാണ്ട് വേണ്ട വിധത്തിലുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ആക്ട് ചെയ്തു. ബട്ട് നിർഭാഗ്യവശാൽ അതല്ലെങ്കിൽ ആക്സിഡൻ്റലി ആ ഒരു പെർട്ടിക്കുലർ ആക്ട് IPCയുടെ അണ്ടറിൽ വരുന്ന ഒരു ക്രൈം ആയിരുന്നു. സോ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സെക്ഷൻ 80യുടെ അണ്ടറിൽ ആക്സിഡന്റ് എന്നുള്ള ജനറൽ എക്സെപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ മുകളിലുള്ള ക്രിമിനൽ ലയബിലിറ്റി ഒഴിവാക്കാൻ പറ്റുന്നതാണ് എന്നാണ് സെക്ഷൻ 80 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സെക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് ആക്സിഡന്റ് അതല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ എന്നുള്ളത്. ഈ ആക്സിഡന്റ് അതല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ എന്നുള്ള വാക്ക്, ഈ രണ്ട് വാക്കുകളും ഡിനോട്ട് ചെയ്യുന്നത് ഒരു ലോസ് അതല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയെ തന്നെയാണ്. ബട്ട് ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് പാർട്ടിക്ക് വരുന്ന ഇഞ്ചുറിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു വിഷമുള്ള പാമ്പ് ഒരു പുൽച്ചെടിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെടിവെച്ചു. ബട്ട് ആ വെടി ഏറ്റത് അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. സോ ആക്സിഡൻ്റലി സംഭവിച്ചതാണ്, ബട്ട് അവിടെ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആ ഓപ്പോസിറ്റ് പേഴ്സൺ ആണ്. അതാണ് ആക്സിഡന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ്ഫോർച്യൂൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാർ ഓടിച്ചിട്ട് വരികയായിരുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരാളും കാർ ഓടിച്ചിട്ട് വരികയായിരുന്നു. മിസ്ഫോർച്ചുനേറ്റ്ലി ആ രണ്ട് കാറും തമ്മിൽ കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപകടം പറ്റി. സോ ഇവിടെ അയാൾക്ക് മാത്രമല്ല എനിക്കും ഒരേപോലെ അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇൻവോൾവ് ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടീസിനും ഇഞ്ചുറി സംഭവിക്കും. അതിനെയാണ് മിസ്ഫോർച്യൂൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ സെക്ഷൻ 80 നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. A എന്നുള്ളൊരു വ്യക്തി ഒരു മഴുകൊണ്ട് മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അയാൾ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മഴുവിൻ്റെ തലഭാഗം തെറിച്ച് പോയി അത് വേറൊരാളുടെ തലയിൽ തട്ടിയിട്ട് ആ വ്യക്തി മരിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ A എന്നുള്ളൊരു വ്യക്തി പ്രോപ്പർ കെയറും പ്രിക്കോഷനും ഒക്കെ എടുത്തിട്ടാണ് ഈ മഴു വെച്ചിട്ട് ഈ പ്രവൃത്തി ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, Aക്ക് ആക്സിഡന്റ് എന്നുള്ള ജനറൽ ഡിഫൻസ് ഗ്രാൻഡ് ചെയ്തുകൊണ്ട് അയാളെ ആ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഈ ഇല്ലുസ്ട്രേഷൻ പറയുന്നത്. സോ പ്രോപ്പർ കെയർ ആൻഡ് പ്രിക്കോഷൻ വെച്ചിട്ട് നമ്മൾ നിയമാനുസൃതമായിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ദുരുദ്ദേശവും ഇല്ലാണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്തു. ആൻഡ് ആ പ്രവൃത്തി വഴി മറ്റൊരാൾക്കൊരു ദോഷം വന്നു, അതല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ഒരു ക്രൈമായി മാറി. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ആക്സിഡന്റ് എന്നുള്ള ജനറൽ എക്സെപ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഈ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാവാം എന്നാണ് സെക്ഷൻ 80 പറയുന്നത്. ഇനി നമുക്ക് ഒരു കേസിലോ നോക്കാം. സ്റ്റേറ്റ് വേഴ്സസ് രംഗസ്വാമി. ഈ കേസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ, അക്യൂസ്ഡ് കഴുതപ്പുലിയെ കണ്ടു എന്ന് വിചാരിച്ചു. അതായത് അയാളുടെ മുന്നിൽ കൂടെ പെട്ടെന്ന് എന്തോ പാസ് ചെയ്തു. സോ പെട്ടെന്ന് അയാൾ വിചാരിച്ചത് അതൊരു കഴുതപ്പുലിയാണ് എന്നുള്ളതാണ്, അതായത് ഹൈനയാണ് എന്ന് വിചാരിച്ചു. സോ അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ അയാളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ കണ്ട സാധനത്തിനെ ഷൂട്ട് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു ഹൈനയായിരുന്നില്ല, നേരെ മറിച്ച് അതൊരു മനുഷ്യനായിരുന്നു. സോ ഈ ഒരു കേസിൽ, അതായത് ഈ ഒരു സന്ദർഭത്തിൽ
ഈ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയ സമയത്ത് കോർട്ട് അദ്ദേഹത്തിന് സെക്ഷൻ 80 എന്നുള്ള ജനറൽ എക്സെപ്ഷൻ ഗ്രാൻഡ് ചെയ്ത് ഈ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കി വിട്ടു. കാരണം എന്താണ്, അയാൾ ഗുഡ് ഫെയ്ത്തിലാണ്. അതായത് അവിടെ ഭയങ്കര മഴയായിരുന്നു. സോ പെട്ടെന്ന് അതിനെ കണ്ടപ്പോൾ അയാൾ എന്താണ് വിചാരിച്ചത്, അത് ഒരു ഹൈനയാണ്. സോ അയാളുടെ ജീവനും അതുപോലെ തന്നെ അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ജീവനും രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ അതിനെ ഷൂട്ട് ചെയ്തത്. സോ അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So, thank you for watching the video.